ഷുഗർ എന്ന് പറയുന്ന ഈ പ്രശ്നത്തിൽ ഈ പ്രായത്തിൽ നമുക്ക് പുറത്തു വരാൻ കഴിയുക. നമ്മൾ കാലങ്ങളായിട്ട്, അതായത് നമ്മുടെ ചെറുപ്പം തൊട്ട് നമ്മൾ കഴിച്ച് ശീലിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഒന്ന്, നല്ല ചോറ്, അല്ലേ? രാവിലെ ചോറ്, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് ചോറ്. ഇത് കിട്ടി മനപ്രയാസം ഉണ്ടാകുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ കപ്പ ഇഷ്ടഭക്ഷണമല്ലേ കപ്പ? ഇവിടുത്തെ കാലത്ത് എന്തെങ്കിലും ഹൈറേഞ്ചിലൊക്കെ ഒരു നേരം കപ്പ ഇല്ലെങ്കിൽ അവരൊക്കെ ആത്മഹത്യ ചെയ്ത് കളയും. കാരണം അത്രയ്ക്കും എനർജറ്റിക്കാണ് ഈ ആഹാരങ്ങൾക്കാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു, നമ്മൾ കപ്പ കഴിക്കുന്നത് കൊണ്ടോ ചോറ് കഴിക്കുന്നത് കൊണ്ടോ ഒരു തെറ്റുമില്ല. എവിടെ തെറ്റെന്നറിയാമോ? പണ്ട് നമ്മുടെ പ്രായമായ സാഹചര്യമൊക്കെ അറിയാമായിരിക്കും. നമ്മുടെ പാരൻസ്, മുത്തച്ഛന്മാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ കഠിനാധ്വാനം ചെയ്താണ് അവരുടെ മക്കളെ വളർത്തിക്കൊണ്ട് വന്നത്. അവർക്ക് പുറത്തേക്ക് പോകാൻ നമ്മളിടുന്നതോടുള്ള നല്ല പ്രശ്നവുമില്ല. തോർത്തൊരു തോർത്തും അരയിലൊരു തോർത്തും, എന്നിട്ട് വണ്ടി വലിക്കാനോ തൂമ്പയെടുത്ത് കിടക്കാനോ അവർ പോയിക്കൊണ്ടിരുന്നു. ശരിയല്ലേ? അവർക്ക് ചോറ് അത്യാവശ്യമായിരുന്നു. കാരണം അവരുടെ ഊർജം നിലനിർത്താൻ അവർക്ക് ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഘടകം ആവശ്യമായിരുന്നു. അത് ഏറ്റവും നന്നായി കിട്ടുന്നത് കപ്പയിൽ നിന്നും ചോറിൽ നിന്നുമാണ്. അപ്പൊ അവരത് ഉപയോഗിച്ച് നന്നായി അധ്വാനിച്ച് വിയർത്ത് തൻ്റെ കുടുംബം പോറ്റുമ്പോൾ അവരുടെ ശരീരത്തിൽ ഷുഗർ, അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയാൻ പാടില്ല, ഗ്ലൂക്കോസ് എന്നാണ് പറയുന്നത്. ഗ്ലൂക്കോസ് ഒട്ടും ഭാഗ്യം ഉണ്ടാകുന്നില്ല. എന്നാൽ കാലങ്ങളിൽ മാറിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു. നമ്മളിലാരും ഇപ്പോൾ തൂമ്പെടുത്ത് കിടക്കുന്ന ജോലി ചെയ്യുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും മുൻപുവട്ടി വലിച്ചു പോയി കച്ചവടം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മാർക്കറ്റിൽ ആരും മുൻപുവട്ടി വലിച്ച് കഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മളെല്ലാം എന്താ പറയുക, പുതിയ തലമുറയുടെ ഭാഗമാണ്. പക്ഷെ നമ്മൾ എന്ത് മാത്രമേ കുറച്ചില്ല? നമ്മുടെ ആഹാരശൈലി മാത്രം കുറച്ചില്ല. ജോലി എടുക്കുന്നത് നമ്മൾ കുറച്ചു. അതായത് നടന്ന് 1 കിലോമീറ്റർ പോയിക്കൊണ്ടിരുന്നവർ 30 കിലോമീറ്റർ ഓട്ടോറിക്ഷയിൽ പോകും. അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ സമയം നമ്മൾ പിടിച്ചു, നമ്മുടെ ജീവിതം നമ്മൾ കുറച്ചു. അവിടെ നടന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നെങ്കിൽ അവർക്ക് ഷുഗർ, അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിലായിരുന്നു, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഷുഗർ ഉള്ള രോഗികൾ ഡോക്ടറെ അടുത്ത് ചെയ്യുമ്പോൾ ഡോക്ടർ ആദ്യം പറയുന്നത് എന്താണ്? നിങ്ങൾ പറ്റുമെങ്കിൽ എന്ത് ചെയ്യുന്നത്? രാവിലെ എന്ത് ചെയ്യാന്ന് പറയുന്നത്? നടക്കാൻ പോകാൻ പറയും, അല്ലേ? നടന്നിട്ട് വന്ന് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഷുഗറിന്റെ ലെവൽ എത്രയായിരിക്കും? വളരെ കുറവായിരിക്കും. ശരിയല്ലേ? അപ്പൊ എന്താണ് സംഭവിച്ചത്? അവർ നടന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഗ്ലൂക്കോസ് പേൺ ചെയ്ത് കത്തിപ്പോയി. അവര് സംഭരിച്ചു വെച്ച ഊർജ്ജം ഉപയോഗിച്ച് അത് നടന്നത്. നമ്മളിപ്പോൾ അങ്ങനെയല്ല. സംഭരിച്ചു വെച്ച ഊർജ്ജം നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് നമ്മൾ ഓട്ടം എടുത്തു. അപ്പൊ നമ്മുടെ സമ്പത്തോടെ പോയി, നമ്മുടെ ആരോഗ്യം പോയി, പകരം ഷുഗർ നമുക്ക് നീക്കും. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചോറ്, ചപ്പാത്തി അല്ലെങ്കിൽ കപ്പ, കിഴങ്ങുവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം, മിനിമം നടക്കുകയെങ്കിലും ചെയ്യണം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള ഊർജ്ജം കത്തിപ്പോകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇനിയിപ്പോൾ തൂക്കെടുത്ത് കളിക്കാൻ പറയുന്നത് ശരിയല്ല എന്നുകൊണ്ടാണ് പറഞ്ഞത്. മിനിമം നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നടക്കുകയെങ്കിലും ചെയ്യണം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എളുപ്പത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഷുഗർ കൂടുതലാണോ? ചോറ് നിർത്തിയോ? ചപ്പാത്തി കഴിക്കും, അല്ലേ? ചപ്പാത്തി കഴിക്കാൻ പറയാറില്ലേ? ഷുഗർ പറയാറില്ലേ? എന്തുകൊണ്ടാണ് പറയുന്നത്? ചപ്പാത്തിയിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടൊന്നുമല്ല. ചോറാണെങ്കിൽ നല്ല കറിയെ നമ്മളൊരു പാത്രം നിറച്ചെടുക്കും, അത് മുഴുവൻ കഴിക്കും. ഇഷ്ടപ്പെട്ട കറിയെ വീണ്ടും കുറച്ചുകൂടെ വെച്ച് കഴിക്കും, അല്ലേ? ചപ്പാത്തി ആകുമ്പോൾ കഴിക്കും, ഒരു 2 എണ്ണം കഴിക്കും. പിന്നെയും ഇഷ്ടപ്പെടുന്ന ഒരു 3 എണ്ണം ഒരെണ്ണം ചോദിച്ച് കഴിക്കും. പിന്നെ നാണക്കേടുകൊണ്ടൊന്നും കഴിക്കില്ല. ശരി. അപ്പൊ ഇത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവ് കുറഞ്ഞു. അതുകൊണ്ടാണ് നിങ്ങൾ ഷുഗർ കുറഞ്ഞത്. അല്ലാതെ ഷുഗറിനെ കഴിഞ്ഞ് നെക്സ്റ്റുള്ള ചപ്പാത്തി ആയതുകൊണ്ടല്ല കേട്ടോ. അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. അപ്പോൾ നമ്മൾ ആ കാര്യം മനസ്സിലാക്കുക. ഷുഗർ എന്ന് പറഞ്ഞ രോഗം നമുക്കുണ്ട് എങ്കിൽ നമ്മൾ ആഹാര ഗണ്യമായ മാറ്റങ്ങൾ വരുത്തുക. അപ്പൊ എന്ത് കഴിക്കുമെന്നാണ് ചോദ്യമെങ്കിൽ, ഒരേ തലമുറ വന്നപ്പോഴുള്ള കാലാനുസൃതമായ ഫ്രൂട്ട്സുകളുണ്ട്, പഴവർഗ്ഗങ്ങൾ. ഒരു പക്ഷേ നിങ്ങളോട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും, ഷുഗർ വന്നാൽ ചെയ്യരുത്, പഴങ്ങളൊന്നും കഴിക്കരുത്. അത് തെറ്റാണ് എന്ന് വൈദ്യശാസ്ത്രത്തിലെ പ്രഗത്ഭരായ ഡോക്ടർമാരെല്ലാം തെളിയിക്കുന്നുണ്ട്. അതിന്റെ കാരണം നമ്മുടെ പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ലെങ്കിലും പറയാം, മധുരം ഉണ്ടാക്കുന്ന ഒരു ഘടകമുണ്ട്. നമ്മളൊരു പഴം കഴിച്ചാൽ
ഒരു മാമ്പഴം കഴിച്ചാൽ നമ്മൾ ഇപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ, അത് 300 ഇരട്ടിയായിരിക്കും അതിൻ്റെ അളവ്. ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ, നിങ്ങൾ ആദ്യം കഴിക്കുന്നതിന് മുമ്പ് എത്രയാകുമ്പോൾ നിങ്ങളുടെ അളവ് അത്ര ഉണ്ടാവുമോ എന്ന് പറഞ്ഞാൽ, ഈ പഴങ്ങളിലെ ഈ പെക്ടോസ് എന്ന് പറയുന്ന ഘടകം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഗ്ലൂക്കോസ് പെട്ടെന്ന് ഉത്പാദിപ്പിക്കുകയും അതങ്ങനെ തന്നെ റിലീസ് ചെയ്യുകയും. നേരെ മറിച്ച് ചോറ് ചപ്പാത്തി കഴിച്ചിട്ട് കൺവെർട്ട് ചെയ്ത്, അതായത് മാറ്റം സംഭവിച്ചു വരുന്ന ഊർജം ഗ്ലൂക്കോസ് അത് പോകില്ല. അത് നമ്മുടെ ശരീരത്തിൽ കരൾ, അതിന് വേറൊരു നമ്മുടെ ലിവർ ഉണ്ടല്ലോ, കരൾ നമ്മുടെ ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗനാണ് കരൾ, ലിവർ. ഈ ലിവർ ഈ ഗ്ലൂക്കോസിനെ വേറൊരു ഫോമിലേക്ക്, വേറൊരു രീതിയിലേക്ക് മാറ്റിയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ കൊണ്ട് സൂക്ഷിക്കുന്നത്. നമ്മുടെ കയ്യിൽ, നമ്മുടെ പട്ടത്തിൽ ഒക്കെ കൊണ്ട് സൂക്ഷിച്ചു വയ്ക്കും. അത് കൺവെർട്ടഡ് ഫാറ്റ് എന്ന് പറയും. കൺവെർട്ടഡ് ഫാറ്റ് കൺവെർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് മിനിമം നമ്മൾ നടക്കുകയും ചെയ്യണം. അന്നജം, അതായത് ഓരോ ചപ്പാത്തികൾ കുറയ്ക്കണം. പകരം ഓരോ സീസണിലും ലഭ്യമായ പഴങ്ങൾ കഴിക്കണം. ദൈവം പഴങ്ങൾ സൃഷ്ടിച്ചത് കാലാനുസൃതമായിട്ടാണ്. നമ്മുടെ പണത്തിന്റെ പെരുമ നോക്കിയിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നല്ല വെയിലുള്ളപ്പോഴാണ് തണ്ണിമത്തൻ വരുന്നത്. നല്ല വെയിലുള്ളപ്പോഴാണ് നമ്മുടെ ഈ നാട്ടിൽ കിട്ടുന്ന വെള്ളരിക്ക, ഒട്ടുവെള്ളരി. ഇതൊക്കെ എന്തിനാണ്? നമ്മുടെ ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടി വരുന്നതാണ്. തണ്ണിമത്തന്റെ ഇംഗ്ലീഷ് വാട്ടർ കണ്ടല്ലേ, വെള്ളം നിറഞ്ഞാണ്. 70% നമ്മുടെ ശരീരത്തിൽ വെള്ളമാണ്. ആ വെള്ളത്തിന് ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാനാണ് ദൈവം ചെയ്യുന്നത്. വാട്ടർ മെലൻ അല്ലെങ്കിൽ